ഹലോ കുട്ടീസ്, ഇന്ന് ഡേ 13 ഓഫ് 30 ഡേയ്സ് ബിഫോർ മൈ ഡെലിവറി ഡ്യൂ ഡേറ്റ്. ദിവസങ്ങൾ വേഗം പോകുന്നുണ്ട്. എന്നാലോ ഈ അസുഖം അങ്ങോട്ട് മാറണമില്ല. ഇന്നും ഒരു ചുമ ദിവസം തന്നെയാണ്. പ്രഗ്നൻസിയുടെ അവസാന ആഴ്ചകളിൽ ബേബിയുടെ ഹെഡ് യൂട്ടറസിന്റെ താഴെ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡർ വല്ലാണ്ടങ്ങ് അമുങ്ങിപ്പോവും. അതുകൊണ്ട് രാത്രിയും പകലും എന്നില്ലാതെ ഇടയ്ക്ക് പി ചെയ്യണം. അതിന്റെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. നെഞ്ചും പറഞ്ഞു പോരണ ചുമയ്ക്കുമ്പോൾ ബ്ലാഡർ ഫുൾ ആണെങ്കിലും അല്ലെങ്കിലും ടോയ്ലറ്റിലേക്ക് ഞാൻ നടന്നെത്തുമ്പോഴേക്കും യൂറിൻ പാസ്സാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഡോക്ടറിനോട് പോയി പറഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ ഇതെല്ലാം സ്വാഭാവികം, ചുമയൊന്നും ഇല്ലാത്ത എത്രയോ പ്രഗ്നന്റ് സ്ത്രീകൾ അനുഭവിക്കണ ഒരു പ്രശ്നമാണ് ഇത് എന്നും കൂടെ ഡോക്ടർ പറഞ്ഞു ചേർത്തു. എന്തായാലും പാഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാ മാസവും നോർമലി വരുന്ന പീരിയഡ്സ് പ്രഗ്നൻസി ടൈമിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യം വല്ലാണ്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ പിന്നെയും പാഡ് ഒരു സന്തത സഹചാരിയാവാൻ പോണു, ചുമ മാറണ വരെ. രാത്രി ഉറങ്ങാൻ അഡൽട്ട് ഡൈപ്പറിലേക്ക് വരെ പ്രൊമോഷൻ ആവേണ്ടി വന്നു കേട്ടോ. ഒരു നാണമില്ലാതെ ഇതൊക്കെ ഇവിടെ പറയണത്. നാണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കാൻ അച്ഛനമ്മമാരും കുടുംബവും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു യൂറിൻ പ്രശ്നം ഒരു പ്രശ്നമേ അല്ലെന്നുള്ള തിരിച്ചറിവ് പണ്ടേ വന്നതുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞ്. പിന്നെ ഇതിനെപ്പറ്റി എങ്ങാനും അറിയാത്ത സ്ത്രീകൾക്ക് ഒരു അറിവായിക്കോട്ടെ എന്നും കരുതി. എനിക്ക് ഇന്നത്തെ ദിവസം തീരെ വയ്യാത്തതുകൊണ്ട് ദിവസം മുഴുവനും അനുപേട്ടനാണ് കേട്ടോ അയാൻകുട്ടിയുടെ കൂടെ കളിച്ചത്. പിന്നെ എന്നെയും നോക്കി. രണ്ടാളും കൂടെ ബാക്ക് യാർഡൊക്കെ സെറ്റാക്കി പുല്ലിനുള്ള വിത്തൊക്കെ വിതച്ചു. പിന്നെ കുറേ നേരം കളിച്ചു. അയാൻകുട്ടി വിത്ത് വിതയ്ക്കുന്നതാണ് നിങ്ങൾ ഈ കാണണേ. ഞാനിതെല്ലാം നോക്കി അവിടെ ഇങ്ങനെ അടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി ചുമച്ച് ഉറങ്ങാൻ പോവാണ്. ടാറ്റ ബൈ ബൈ, പിന്നെ കാണാമേ.